സത്യട്ടാ മിക്സി പിന്നെയും കേടായി. ആർച്ചേ അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് യന്ത്രമാണ്. ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത വേണം. സൂക്ഷിക്കാത്തോണ്ടൊന്നല്ല, അത് ജാമ്പോന്റെ കറുത്തുള്ള സാധനം. അതെടുത്ത് കളഞ്ഞിട്ട് പുതിയ ഒരെണ്ണം വാങ്ങാറായി. അത് നീ ആ പൗത്രനെ വിളിച്ചിട്ട് നന്നാക്കാൻ കൊടുക്ക്. അതിന് ശരിയാക്കാനൊന്നും പറ്റില്ല. പുതിയ ഒരെണ്ണം വാങ്ങ്. അത് കൊള്ളാല്ല. ഒരു സാധനം കംപ്ലൈന്റ് ആയാ അത് നന്നാക്കി ഉപയോഗിക്കണം എല്ലാവരും ചെയ്യാറ്. അല്ലാതെ എടുത്ത് കളയല്ലേ ചെയ്യണത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 8 പ്രാവശ്യം അത് നന്നാക്കി കഴിഞ്ഞു. ഇനി അത് നന്നാക്കാൻ പറ്റില്ല. പുതിയതൊരെണ്ണം വാങ്ങിച്ചേ പറ്റൂ. ഓഹോ, അത് ശരി. അപ്പൊ ഈ കണക്കിന് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ എന്നെ ആശുപത്രി കൊണ്ടുപോകാതെ നീ എന്നെ കൊണ്ട് കളയും, എന്നിട്ട് വേറെ കല്യാണം കഴിക്കുവോ? ഹായ്, നല്ല ബെസ്റ്റ് കമ്പാരിസൺ. സത്യട്ടാ, സത്യം പറയാലോ, അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ഞാൻ അങ്ങനെ ചെയ്തിരിക്കും. മിക്സിയുടെ കാര്യത്തിന് ഒരു തീരുമാനം. മിക്സി വാങ്ങിക്കാൻ എന്റെ പൈസ ഒന്നും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇനിയിപ്പോ നിനക്ക് മിക്സി അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നീ വലിയ പഞ്ചായത്ത് മെമ്പറല്ലേ, കാശുണ്ടാക്കി മേടിക്ക്. ആ, ഞാൻ വാങ്ങിക്കോളാം. എവിടുന്ന് മോഷ്ടിച്ചിട്ടാണെങ്കിലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ മിക്സി വാങ്ങിയിരിക്കും. ഓ, അവള് പറഞ്ഞതുപോലെ നീ ചെയ്തു കളഞ്ഞില്ലേ? ഉണ്ണിയാർച്ച പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു അല്ലേ? എന്ത്? പുതിയ മിക്സി വാങ്ങണമെന്ന് നീ പറഞ്ഞപ്പോൾ ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നീ എന്താ പറഞ്ഞത്? മോഷ്ടിച്ചിട്ടാണെങ്കിലും നീ അത് മേടിക്കുമെന്ന്. ആ, പറഞ്ഞു കാണും. പറഞ്ഞു കാണുമല്ല, പറഞ്ഞു. പറയുക മാത്രമല്ല, നീ അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. എൻ്റെ പേഴ്സ് അടിച്ചു മാറ്റി അതിലെ പൈസ കൊണ്ട് മിക്സി വാങ്ങാമെന്നാണ് നീ വിചാരിക്കണമെങ്കിൽ നടക്കൂല മോളെ ഉണ്ണിയാർച്ച. ഞാൻ പേഴ്സ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ അതെവിടെ പേടി? എന്തെങ്കിലും ഒരു സാധനം കാണാതെ പോയാൽ അത് അന്വേഷിക്കേണ്ട ജോലി പോലീസുകാരൻ്റെയാ. സത്യമായിട്ടും ഇവിടുത്തെ മുന്തിയ പോലീസുകാരനല്ലേ, വേണേ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കേ. ആർച്ചേ, ഇത് പൈസ വെച്ചിട്ടുള്ള കളിയാണ്, കുട്ടിക്കളിയല്ല. എനിക്കത് ഇഷ്ടമല്ല. സത്യമായിട്ട് ഒന്ന് ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ? ആ, പവിത്രനാ. ഇന്നലെ അവൻ വന്നപ്പോ നിങ്ങൾ കുളിമുറി കയറി ഒളിച്ചിരുന്നു. കുറെ നേരം ഇവിടെ കാത്തിരുന്നിട്ട് അവൻ പോയത്. ഇന്ന് നിങ്ങൾ പോകുന്നതിന് മുമ്പ് വന്നതാ. അവൻ എന്തോ കുഴപ്പം പിടിച്ച കേസിന് ശുപാർശയായിട്ട് വന്നേക്കണ. ശുപാർശ ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. ഇല്ലേക്ക് വേണ്ടെന്നേ, നിങ്ങളായി നിങ്ങളുടെ പാടായി. ചാരുലത. എന്താ സാറേ? ലതേ, ലതയ്ക്ക് ഞാൻ ആരാണെന്നറിയോ? അറിയാം സാർ. ആരാ? സത്യപാലൻ സാറ്. എൻ്റെ ജോലി എന്താണെന്നറിയോ? SI. SIയുടെ ജോലി എന്താണെന്ന് അറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് കുറ്റം ചെയ്യുന്നവരെ കണ്ടുപിടിക്കുന്നത്. അപ്പം അറിയാം. ഇത്രയും വർഷം പോലീസിൽ എക്സ്പീരിയൻസ് ഉള്ള എന്നെപ്പോലൊരു പോലീസുകാരന് ഒരു ചെറിയ മോഷണ കേസ് തെളിയിക്കുക എന്ന് പറയുന്നത് ഒരുമാതിരി കുട്ടിക്കളി പോലെയാണ്. പിന്നെ ഞാൻ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് കുറ്റസമ്മതം നടത്താനായിട്ടൊരു അവസരം കൊടുക്കാറുണ്ട്. അതിൽ ചിലരൊക്കെ കുറ്റം സമ്മതിക്കും, അവരെ ഞാൻ കേസിൽ നിന്ന് ഒഴിവാക്കി വിടാറുമുണ്ട്. ഇതൊക്കെ എന്തിനു സാറേ എൻ്റെ അടുത്തൊന്ന് പറയണ? ലത ഇട്ടിരിക്കുന്ന ഈ ചുരിദാർ പുതിയതാണല്ലേ? പുതിയതാണ്. എത്ര രൂപയായി? 600 രൂപ. ഇതെന്നാ വാങ്ങിയത്? ഇത് ഇന്നലെ വൈകിട്ട് ഇവിടെ ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പം പോണ വഴിക്ക് വാങ്ങിച്ചതാണ്. ഇത് വാങ്ങാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടിയില്ല? അതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു സാർ. അതെങ്ങനെ കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത്. സാറേ, ഞാൻ ജോലി ചെയ്യില്ലേ, അപ്പൊ എൻ്റെ കയ്യിൽ പൈസ കാണുമല്ലോ. കള്ളം പറയരുത്. സത്യമാണ് സാർ. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഞാൻ കുളിക്കാൻ കയറുന്നു. ആ സമയം പവിത്രൻ ഈ വീട്ടിൽ വരുന്നു. പവിത്രനും ആർച്ചയും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെ ആരും ശ്രദ്ധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ലത എൻ്റെ റൂമിൽ കയറുന്നു, എൻ്റെ പേഴ്സും പൈസയും അടിച്ചു മാറ്റുന്നു. സാറിന് എന്തോന്നൊക്കെയാ പറയണേ? കള്ളം പറയരുത്, സത്യം പറഞ്ഞോണം. ഞാൻ ഇവിടെ വന്നത് 5:30-നാണ്. അപ്പൊ ലത ഇവിടെ ഉണ്ട്. ലത ഇവിടെ നിന്ന് ജോലി കഴിഞ്ഞ് പോകുന്നത് 6:30-നാണ്. അതിനിടയിലാണ് എൻ്റെ പേഴ്സ് കാണാതെ പോകുന്നത്. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് കുറ്റകൃത്യം നടന്ന സമയത്ത് ഉള്ള ആളാണ് കുറ്റവാളി. സത്യം പറ, എൻ്റെ പേഴ്സ് എവിടെ? ഞാൻ എടുത്തിട്ടില്ല. കള്ളം പറയരുത്. ഇപ്പം ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞില്ലെങ്കിൽ പെങ്കൊച്ചേ നിന്റെ പൊക്കിയെടുത്ത് സ്റ്റേഷനകത്ത് കൊണ്ടിട്ട് ഇടിച്ചതിന്റെ ഷേപ്പ് മാറ്റി ഞാൻ. വാ സാറേ,
വാ വന്ന് മാറ്റ് എന്ത് ഷേപ്പ് മാറ്റി ദേ അന്തസ്സായിട്ട് ജോലി ചെയ്യണ എന്റെ അടുത്ത് വല്ല അനാവശ്യം പറഞ്ഞോണ്ട് വന്നോണ്ടല്ലോ എന്റെ സ്വഭാവം ശരിക്കും അറിയും. പോലീസോ പട്ടാളോ എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. അല്ലാതെ ചൂടാവില്ലേ? കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കില്ല. എന്തോന്ന് മാന്യമായിട്ട്? പിന്നെ ഇമ്മതിന് തോന്നിയ ദിവസം പറഞ്ഞ മിണ്ടാതിരിക്കണോ? ലതേ ക്ഷമിക്കില്ലതേ. എന്റെ പൊന്നു ചേച്ചി എങ്ങനെ ഈ മനുഷ്യനെ സഹിക്കുന്നത്? ദേ പോലീസ് ആണെങ്കിൽ അത് അങ്ങ് പോലീസ് സ്റ്റേഷനില് എന്റെ അടുത്ത് കൊണ്ടുവരണ്ട. സാരമില്ല ലതേ, പോട്ടെ. ഇത്രയും പറഞ്ഞ പേരിൽ എന്റെ ജോലി പോണെങ്കിൽ പൊക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല, തീർന്നല്ലോ. സമാധാനമായല്ലോ. അതെ, ഇതുകൊണ്ടൊന്നും ഞാൻ തോക്കുമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ പേഴ്സും പൈസയും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇത് സത്യം സത്യം സത്യമായാണ് സത്യം. എന്താണ് അർച്ചേ, നീ എന്തോ അത്യാവശ്യം പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു? പ്രശ്നമുണ്ട്, അത് പറയാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് സംശയങ്ങൾ തീർക്കാനുണ്ട്. സംശയം? എന്ത്? അല്ല, നിങ്ങൾ പോലീസുകാര് ഒരു കേസ് അന്വേഷിക്കുന്നത് എങ്ങനെയാ? ഉദാഹരണത്തിന് ഒരു കൊലപാതകം നടക്കുന്നു, നിങ്ങൾ അവിടെ ചെല്ലുന്നു, ഡെഡ് ബോഡി കാണുന്നു, കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നു, എന്നിട്ട് ചുറ്റും നോക്കുന്നു, അവിടെ കാണുന്ന ഒരാളെ പിടിച്ചുകൊണ്ടുപോയി കേസ് ചാർജ് ചെയ്യുന്നു. ഇതാണോ അതിൻ്റെ ഒരു രീതി? നീ എന്തായാലും ഒരു വളച്ചു കെട്ടി വർത്താനം പറയുന്നേ. ചില കാര്യങ്ങൾ അങ്ങനെ വളച്ചു കെട്ടി പറയാനേ പറ്റൂ സത്യേട്ടാ. ഇന്ന് സത്യന്റെ പേഴ്സ് കാണാതെ പോകുന്നു, അത് മോഷണമാണെന്ന് ഒരു നിമിഷം കൊണ്ട് തീരുമാനിക്കുന്നു. മോഷണം നടന്നല്ലോ, ഞാൻ എന്നും വെക്കുന്ന സ്ഥലത്ത് പേഴ്സ് ഇല്ലായിരുന്നല്ലോ. എന്തായാലും എൻ്റെ പേഴ്സ് തനിയെണീറ്റെങ്കിലും പോകില്ലല്ലോ. അപ്പം അതിനർത്ഥം എന്താ? വേറെ ആരോ അത് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉടമസ്ഥന്റെ അനുവാദമോ അറിവോ ഇല്ലാതെ ഒരു സാധനം വേറെ എടുത്താൽ അതിന് മോഷണമെന്ന് പറയും. അതോടെ ഇവിടെ വന്നവരിൽ ഒരാളാണ് പ്രതി എന്ന് സത്യൻ അങ്ങ് തീരുമാനിച്ചു. ആദ്യ പ്രതി ഞാൻ, പിന്നെ പവിത്രൻ, പിന്നെ ലത. നിങ്ങൾ 3 പേരിൽ ആരോ ഒരാൾ തന്നെയാണ് എൻ്റെ പേഴ്സ് എടുത്തത്. മോഷണം നടന്നിട്ടില്ലെങ്കിലോ? മോഷണം നടന്നല്ലോ, അതാണല്ലോ എൻ്റെ പേഴ്സ് അവിടെ കാണാത്തെ. സത്യേട്ടൻ പതിവ് പോലെ ഇവിടെ വന്ന് ഡ്രസ്സ് മാറ്റി ഷൂവും ബെൽറ്റും തൊപ്പിയെല്ലാം അതാത് സ്ഥാനത്ത് വെച്ചു. പക്ഷെ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ ഈ പാന്റിന്റെ പോക്കറ്റിലെ പേഴ്സ് കാണണ്ടേ? ഇതല്ലല്ലോ സത്യേട്ടൻ ഇന്നലെ ഇട്ടിരുന്ന പാന്റ്. ഇന്നലെ ഇട്ട പാന്റ് വാഷിംഗ് മെഷീൻ അടുത്തുള്ള ബാസ്ക്കറ്റിലാണ് കിടന്നിരുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ അലക്കാനായിട്ട് എടുത്തപ്പോ ആ പേഴ്സ് ആ പാന്റിന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. മേശപ്പുറത്ത് മാത്രം നോക്കാതെ ആ പാന്റിന്റെ പോക്കറ്റിൽ കൂടെ നോക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും കാണിച്ചില്ല സത്യേട്ടൻ. ഏത് പൊട്ടനായാലും അങ്ങനെ ചെയ്യില്ലേ? ഈ നിലയ്ക്കാണ് കേസ് അന്വേഷിക്കണമെങ്കിൽ സത്യേട്ടൻ കേസ് അന്വേഷിച്ച വാദി പ്രതിയാ. എന്നിട്ട് എന്റെ പേഴ്സ് എവിടെ? അതിലേക്ക് വരാം. സത്യേട്ടന്റെ മുൻവിധിയാണ് സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് സമ്മതിക്കും. ഇത് മുൻവിധിയല്ലല്ലോ, ഇപ്പൊ ഞാൻ മറന്നുപോയല്ലേ. മറവി എല്ലാ മനുഷ്യർക്കും ഉള്ളതാ. സത്യേട്ടന് മറവി ഉണ്ടാവില്ല എന്നുള്ള മുൻവിധിയാണ് പ്രശ്നം. ഇനി പ്രധാന കാര്യത്തിലേക്ക് വരാം. ആ പേഴ്സിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ദാ ഇതാണ് പേഴ്സ്. ഇതിലെ പൈസ കൊണ്ട് ഞാൻ പുതിയ മിക്സി വാങ്ങുന്നു, ലത പുതിയ ചുരിദാർ വാങ്ങുന്നു, പവിത്രൻ 10,000 രൂപ കടം തീർക്കുന്നു. ഇതായിരുന്നല്ലോ പ്രശ്നം. ഇതിലുള്ളത് ആകെ 30 രൂപയാണ്. ഈ 30 രൂപയ്ക്ക് വേണ്ടിയാണോ മനുഷ്യ രാവിലെ മുതൽ നിങ്ങൾ ഈ അക്രമം മുഴുവൻ കാണിച്ചത്? ഇതാണോ ഞങ്ങൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞത്? അതിപ്പോ 1 രൂപയാലും 1 കോടി രൂപയാലും മോഷണം മോഷണം തന്നെയാണ്. ഈ പേഴ്സിന്റെ കഥയെങ്ങാനും ഞാൻ ആ പവിത്രനോടോ ലതയോടോ പറഞ്ഞാലുണ്ടല്ലോ, അവര് നിങ്ങളുടെ മുഖത്ത് ചെരുപ്പൂരി അടിക്കും. അതിപ്പോ നീ പറഞ്ഞാലല്ലേ അവരറിയുള്ളൂ. നീ പറയണ്ട. പിന്നെ ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റില്ലേ? ഈ പോലീസുകാരന് അബദ്ധങ്ങൾ മാത്രമേ പറ്റാറുള്ളൂ.